നിന്റെ ജനാസ ചുമക്കേണ്ടതാരാട്? പടച്ചവനെ, നീ സാധാരണ ഒരാളല്ലല്ലോ, കുടിയനല്ല, വ്യഭിചരിക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല. പിന്നെ നിന്റെ ജനാസ ആരാടാ ചുമക്കേണ്ടത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരെ, സ്നേഹിക്കുന്നവരെ, ഓതാൻ തീരുമാനിച്ചവരെ, നിന്റെ ജനാസ ചുമക്കുന്നതാരാ? കാരാളികോണം പള്ളിയൊന്നും തികയില്ലടോ, ഫൗണ്ടേഷനൊന്നും തികയില്ലടോ. ഈ നാട് മുഴുവനും നിറയുമല്ലോ. ഇരിക്കുന്ന ചിലരുടെ ജനാസ കൊണ്ടുവെക്കുമ്പോ അല്ലാഹുവിന്റെ പള്ളിയും പരിസരവും നിറയുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും മഗ്രിബ് കഴിഞ്ഞ് സീരിയൽ കണ്ട് ആസ്വദിക്കുമ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്തിരുന്ന് വാക്കിയ ഓതിയ ഉമ്മ, റഹ്മാൻ ഓതിയ ഉമ്മ, സജദ ഓതിയ ഉമ്മ, അല്ലാഹുവിന്റെ ഖുർആൻ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചു ചുടുചുംബനം കൊടുത്ത ഉമ്മ, നിന്റെ ജനാസ കൊണ്ടുവന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരില്ല, പ്രസിഡന്റ് വരില്ല, കേന്ദ്രമന്ത്രിമാര് വരില്ല, സാക്ഷാൽ സൗദിയുടെ ഭരണാധികാരി വരില്ല. പിന്നെ ആര് വരുമെന്നറിയോ? പിന്നെ ആര് വരുമെന്നറിയോ? ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. കാരാളികോണത്തേക്ക് ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാണ്.